അങ്ങനെ തിരുവോണനാളിൽ തന്നെ വളരെ ചർച്ചാ വിഷയമായ ഒരു മൂവി കാണാൻ കഴിഞ്ഞതിൻ്റെ നിർവൃതിയാണ് എൻ്റെ ഈ ഓഡിയോയിൽ നിങ്ങൾ കേൾക്കുന്നത്. സിനിമ വേറൊന്നുമല്ല, ഡൊമിനിക് അരുണിൻ്റെ ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിത്തിൻ്റെയും ഫാൻറ്റസിയുടെയൊക്കെ ഒരു പെർഫെക്റ്റ് ബ്ലെൻഡ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സിനിമ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെ അപ്പനപ്പൂപ്പന്മാരൊക്കെ പറഞ്ഞു കേട്ട കുറേ പഴങ്കഥകളുണ്ടാവും. ചാത്തൻ്റെയും മാടൻ്റെയും മറുതയുടെയും യക്ഷിയുടെയൊക്കെ കഥ. അത് നമുക്ക് സിനിമയായിട്ട് ഇങ്ങനെ മുന്നിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖം, അതാണ് ഈ സിനിമ. ഡൊമിനിക് അരുണിൻ്റെ ഡയറക്ഷനും നിമിഷ് രവിയുടെ സിനിമാറ്റോഗ്രാഫിയും ജേക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടെ ചേർന്നപ്പോൾ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയായിരുന്നു. അതിൻ്റെ കൂടെ കല്യാണിയുടെ സ്വാഗും സ്റ്റൈലും പെർഫോമൻസും ഫൈറ്റ് സീൻസൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ആപ്റ്റായിട്ട് ആ ഒരു റോളിലേക്ക് വേറൊരു ആക്ട്രസിനെ കിട്ടില്ല എന്ന് തോന്നിപ്പോകും. അത്രയും നന്നായിട്ട് കല്യാണി ഈ മൂവിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ കുറച്ച് ഫാൻറ്റസി മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് മൂവി കാണണം. ഇനി എന്തെങ്കിലും OTT വന്നിട്ട് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു വലിയ നഷ്ടം തന്നെയായിരിക്കും. കാരണം ഇതൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ കാണേണ്ട മൂവി തന്നെയാണ്. കാരണം അത്രയ്ക്കുമുണ്ട് ആ മൂവിയിൽ ഹോളിവുഡ് ലെവലിലുള്ള ഒരു മേക്കിങ്. ഈ മൂവിയിൽ എടുത്തു പറയേണ്ട മറ്റൊരു ക്യാരക്ടർ കൂടിയുണ്ട്. നീലിയുടെ ചൈൽഡ്ഹുഡ് ചെയ്ത കുട്ടിയുടെ പെർഫോമൻസ് അസാധ്യം എന്ന് പറഞ്ഞാൽ അസാധ്യം തന്നെയായിരുന്നു. കാരണം ഓരോ സീൻസും നമ്മളെ അത്രയും കോരിത്തെരിപ്പിക്കുന്നുണ്ടായിരുന്നു. യാനിക് ബെന്നാണ് ഈ മൂവിയിൽ ആക്ഷൻസ് ചെയ്തിരിക്കുന്നത്. അത് മൂവിയിൽ നമുക്ക് കാണാനും ഉണ്ടായിരുന്നു. അടുത്തത് എന്തായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അതാണ്. കല്യാണിയെ കൂടാതെ ഈ മൂവിയിൽ ദുൽഖർ സൽമാനും സണ്ണി വെയിനും ചന്തുവും നസ്ലിനും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. നസ്ലിൻ്റെ പെർഫോമൻസ് എന്തുകൊണ്ടോ വലിയൊരു മികവ് പുലർത്തുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം എല്ലാ മൂവിയിലും ഉള്ള കുറേ എക്സ്പ്രഷൻസും സീൻസും ഒക്കെ റിപ്പറ്റീഷൻ വരുന്നതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് എല്ലാവരും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ലെവൽ 2 ശരിക്കും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഓരോ മൂവിയിലും ഓരോ സീസണിലും ഓരോ ക്യാരക്ടേഴ്സിനെയാണ് ഇവർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്ര എന്ന ക്യാരക്ടർ ശരിക്കും കല്യങ്കാട്ട് നീലിയാണ് കാണിക്കുന്നത്. അത് വളരെ നന്നായിട്ട് തന്നെ ഈ മൂവിയിൽ അവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോഴും നമുക്ക് ബോറടിക്കാതെ നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു മൂവി തന്നെയാണിത്. നിങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് റിയലിസ്റ്റിക് മൂവീസൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളോട് ഞാൻ ഈ മൂവി സജസ്റ്റ് ചെയ്യില്ല. പക്ഷേ കുറച്ച് ഫാൻറ്റസീസും കുറച്ച് ആക്ഷൻസും ഒക്കെ ബ്ലെൻഡായിട്ടുള്ള ഒരു മൂവിയാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മൂവി നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. ഇനി മൂവി ഫാമിലി ആയിട്ട് പോയി കണ്ടേക്കാം എന്ന് പ്ലാനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചിട്ട് ശേഷം മാത്രം പോവുക. കാരണം 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഈ മൂവി കാണുന്നതിന് റെസ്ട്രിക്ഷൻ ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പോകുന്നതായിരിക്കും നല്ലത്.